പ്രണയസഖി ഭാഗം 17. ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ വേണുചേട്ടനെയാണ് ആദ്യം കണ്ടത്. ഈ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വേണുചേട്ടൻ. ഇവിടെ വന്ന നാളെ മുതൽ എന്തെങ്കിലും സഹായം വേണേൽ ചേട്ടനോട് പറയുകയാണ് ചെയ്യുന്നത്. എന്തു പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെയ്തു തരും ആള്. തിരികെ എന്തേലും കൊടുത്താൽ വാങ്ങും എന്നല്ലാതെ ഇന്നുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നതാണെന്ന് ഹിരണി പറഞ്ഞത്. അവൾക്കും ചേട്ടനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. അവൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. രണ്ടാളും താമസിച്ചോ കുട്ടികളെ? ഇന്ന് ചെല്ലുമ്പോഴേ മാനേജർ പൊരിക്കുമോ പിള്ളേരെ നിങ്ങളെ? വേണു രണ്ടാളെയും കണ്ടതേ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നും പറയണ്ട ചേട്ടാ, ഒരുങ്ങിപ്പിടിച്ച് വന്നപ്പോഴേക്കും സമയം പോയി. ഇനി അയാളുടെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. എന്തായാലും വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ പറയാം എല്ലാം. ഇപ്പോൾ പോവുകയാണേ, സമയം പോയി. ഹിരണി സംസാരിച്ച് ഗേറ്റ് കടന്നിറങ്ങിയതും അവൾക്ക് പിന്നാലെ വന്ന പൂജ അയാളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചിട്ട് അവൾക്കൊപ്പം നീങ്ങി. ഹിരണിയുടെ വണ്ടി കേടായി കിടക്കുന്നത് കൊണ്ട് രണ്ടാളും ഓട്ടോയിലാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടുപേർക്കും. അല്ലെങ്കിൽ വണ്ടിക്കാണ് രാവിലെയും വൈകിട്ടും വരുന്നതും പോകുന്നതും രണ്ടുപേരും. അടുത്തുള്ളൊരു കമ്പനിയിലാണ് രണ്ടാൾക്കും ജോലി. ഹിരണിയാണ് പൂജയ്ക്ക് അവൾ ജോലി ചെയ്യുന്നിടത്ത് ജോലി വാങ്ങിക്കൊടുത്തത്. താമസവും പൂജ അങ്ങനെ അവൾക്കൊപ്പമാക്കി. പൂജയുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു സഹോദരിയെ പോലെ ഹിരണി അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. പൂജയ്ക്കും ഇങ്ങനെയൊരാൾ കൂടെയുള്ളത് തൻ്റെ കഴിഞ്ഞകാല ദുഃഖങ്ങളെ ഒരു പരിധിവരെ മറച്ചു വെക്കാൻ കാരണമാക്കി. ഹിരണി പൂജയുടെ വീടിനടുത്തുള്ള അവളുടെ കളിക്കൂട്ടുകാരിയാണ്. ജീവിതത്തിൽ ഒരാവശ്യം വന്നപ്പോൾ തൻ്റെ കൂടെ നിന്നവൾ. അവളെ മരിക്കും വരെ മറക്കാൻ കഴിയില്ല പൂജയ്ക്ക്. അത്രയ്ക്ക് കടപ്പാടുണ്ട് അവളോടും അവൾ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കും. പൂജയും ഹിരണിയും ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ എല്ലാവരും അകത്തുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ തികഞ്ഞ നിശബ്ദതയോടെ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇന്ന് ജോലി ചെയ്യുകയാണ്. പതിവ് പോലെ മാനേജറുടെ തീർത്ത വിളിയും കേട്ട് ഒരു പരുവുമായിട്ടാണ് പൂജയ്ക്കും ഹിരണിക്കും ജോലിക്ക് ചെയ്യാൻ പറ്റിയത്. അവരെ പോലെ തന്നെ കുറച്ചുകൂടെ ലേറ്റായി വന്നവർക്കും കിട്ടി മാനേജറുടെ വായിൽ നിന്ന് കണക്കിന്. നാളെ തൊട്ട് നമുക്ക് നേരത്തെ വരണം പൂജ പറഞ്ഞതും അതിന് ഹിരണി മൂളി. എന്നും ഇങ്ങനെ ആയാൽ ജോലി പോകുമെന്ന് അവൾക്ക് തോന്നി. പൂജയ്ക്ക് ആകെയുള്ള പിടിവള്ളിയാണ് ഈ ജോലി. അത് കളയാൻ അവൾക്ക് കഴിയില്ല എന്നും ഈ ജോലിയും ഈ ചുറ്റുപാടുമൊക്കെ ഈശ്വരനായി കൊണ്ടുതന്നതാണ്. അല്ലെങ്കിൽ ജീവിതം എന്തായിത്തീരുമെന്ന് പോലും അറിയില്ലായിരുന്നു. ഇതൊന്നും ഒന്നിൻ്റെയും തുടക്കവും അവസാനവുമായിരുന്നില്ല. എന്തൊക്കെയോ ഇനിയും അവൾക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. അത് പൂജയ്ക്ക് തന്നെ അറിയുന്ന കാര്യവുമായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴാണ് പൂജയ്ക്കും ഹിരണിക്കും പരസ്പരം എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയത് തന്നെ. ഓഫീസിൽ രാവിലെ അല്പം താമസിച്ച് വന്നതുകൊണ്ട് ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്ക് ആവുന്നത് വരെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ലെന്ന് പറയുന്നതാവും ശരി. അതുപോലെ പണിയെടുപ്പിച്ചു രണ്ടാളെയും കൊണ്ട്. പൂജ കഴിക്കണ്ടേ, ഇപ്പം തന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. വയറിൽ തടവിക്കൊണ്ട് ഹിരണി പറയുന്നത് കേട്ട് പതിയെ ചിരിച്ചു പൂജ. അവളെപ്പോലെ തന്നെ എനിക്കും വിശക്കുന്നുണ്ട്. ഇടയ്ക്കൽപ്പം വെള്ളം കുടിച്ചതല്ലാതെ മറ്റൊന്നും ഉള്ളിൽ ചെന്നിട്ടില്ല. സ്റ്റാഫുകൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഇടത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാനുള്ളതും എടുത്ത് കൊണ്ടിരുന്നു. രാവിലെ കിട്ടിയ പൊതി അഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ഹിരണി കഴിച്ചു തുടങ്ങിയിരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലടി. അവളുടെ നോട്ടം കണ്ട് ഹിരണി പെട്ടെന്ന് പറഞ്ഞു. ചെറിയ പാത്രത്തിലെ കറിയുടെ മൂടി പോലും മാറ്റാതെ ചോറ് വെച്ചിരിക്കുന്ന പാത്രത്തിലെ കറിയും ചോറും കൂടി കൂട്ടിക്കലർത്തി കുഴച്ചെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ടവൾ പാതി തിരിയാതെയുമായി പറഞ്ഞതും അവളുടെ കഴിപ്പ് കണ്ട് ചിരി വന്നുപോയി പൂജയ്ക്ക്. കഴിച്ചോ, ഞാൻ തുറന്നു തരാം. പറയുന്ന നേരം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള കറി ഞാൻ കുറച്ചെടുത്ത് രണ്ടുപേരുടെയും പൊതിയിലേക്ക് ഒഴിച്ചു. വൈകിട്ട് ഇറങ്ങാൻ നേരം കടയിൽ കയറുന്ന കാര്യം ഓർത്തേക്കണേ പെണ്ണെ. രാവിലെ നേരെ ചൊവ്വേ എണ്ണയിലും ഉണ്ടാക്കി കഴിച്ചിട്ട് വന്നാലേ ഉച്ചവരെ പിടിച്ചു നിൽക്കാൻ പറ്റൂടെ. അതവൾ പറഞ്ഞത് നേരാണെന്ന് എനിക്കും ഇന്ന് തോന്നിയിരുന്നു. രാവിലത്തെ ഓട്ടപ്പാച്ചിലിൽ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും വന്നാൽ ഉച്ചവരെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കരുതും പോലെ നമ്മുടെ ശരീരം പിടിച്ചു നിൽക്കണമെന്നില്ലല്ലോ. അതിനാവശ്യമുള്ളത് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ പണി തരും. അങ്ങനെ പണി തന്നാൽ എവിടെയെങ്കിലും വീണു പോയാൽ താങ്ങാൻ ഈ മുന്നിലിരിക്കുന്നവളല്ലാതെ ആരുമില്ല എനിക്കിപ്പോൾ. അവളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അവളുടെ സ്ഥാനം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയില്ലേ പറ്റൂ. മറ്റെന്തില്ലെങ്കിലും ആരോഗ്യം വേണം. അതുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാം. ഏത് പ്രതിസന്ധിയിലും എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണേലും നമുക്ക് ജീവിക്കാൻ കഴിയും. അതില്ലെങ്കിൽ ഒന്നിനും പറ്റുകയുമില്ല. കഴിച്ചെണീക്കുന്നവരെ പരസ്പരം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കൂടുതലും ഓഫീസിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു.
ഇവിടെ ജോലി ചെയ്യുന്നവരിൽ കൂടുതലും മറ്റു നാടുകളിൽ നിന്ന് വന്നവരും മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരുമായിരുന്നു. മലയാളികൾ എന്ന് പറയാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരാണെങ്കിൽ അധികം സംസാരിക്കാനോ കമ്പനി കൂടാനോ നിൽക്കാറില്ല. ഓഫീസിലെ കാര്യങ്ങൾക്ക് മാത്രം കൂടും. അല്ലാത്തപ്പോൾ കണ്ട ഭാവം പോലും നടിക്കാത്തവർ. ഞാൻ വരുന്നതുവരെ ഹിരണിയുടെ അവസ്ഥ ഒരുപാട് ആളുകൾക്കിടയിൽ ആരുമില്ലാതെ ഇരിക്കേണ്ടി വന്നവളുടേതായിരുന്നു. ഞാൻ വന്നതോടെ അവൾക്ക് ഒരു കമ്പനി ആയെന്ന് എപ്പോഴും പറയും. ഞാൻ വന്നതോടെ അവൾക്ക് എന്തിനും ഏതിനും ഒരു പുതിയ കൂട്ട്. അടുത്ത വീടുകളിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ അന്നേ നല്ല കൂട്ടുകാരായിരുന്നു. പിന്നീട് ഇടയ്ക്കെപ്പോഴോ കണ്ടാൽ മിണ്ടുന്നവർ മാത്രമായി. പക്ഷേ ജീവിതത്തിൽ അത്രമേൽ തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് അവൾ മാത്രമേ കൂടെ നിൽക്കാനുണ്ടായിരുന്നുള്ളൂ. ആ നിമിഷം മനസ്സിലായി, മനസ്സുകൊണ്ട് അകന്നു പോയവനായിരുന്നില്ല അന്നും ഇന്നും പരസ്പരമുണ്ടായിരുന്ന സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ലായിരുന്നെന്ന്. സാഹചര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു മറ തീർത്തിരുന്നെന്ന് മാത്രം. മനുഷ്യൻ അത്രത്തോളം തകർന്നു നിൽക്കുന്ന സമയത്താണ് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ഇല്ലെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കഴിച്ചു കഴിഞ്ഞ് പിന്നീടുള്ള ജോലിയിലേക്ക് തിരിഞ്ഞു. ജോലിക്ക് വരുന്ന എല്ലാവരെയും പോലെ തന്നെ എത്രയും വേഗം വൈകുന്നേരം ഒന്ന് ആയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നേരെ വീട്ടിലേക്ക് പോകാതെ മാർക്കറ്റിലേക്ക് പോകണമെന്നുള്ള ചിന്ത കുറച്ച് കൂടുതൽ താല്പര്യമുണ്ടാക്കി. നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അങ്ങനെ പുറത്തു പോകുന്നതൊക്കെ കുറവാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എങ്ങോട്ടും പോകാൻ തോന്നാറില്ല. ജോലിയും മുറിയുമായി അങ്ങനെ ഒതുങ്ങിക്കൂടാനാണ് പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിൽ കൂടുതൽ ആരുമായും ഒരു സൗഹൃദം പോലും ഇഷ്ടപ്പെടുന്നില്ല. കൂടുതലും ഭയമാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും തന്നെ അവശേഷിക്കുന്നുണ്ട്. എടി വാ, നമുക്ക് പെട്ടെന്നിറങ്ങാം. ഇന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ട് കൂടി പോകാം. ഇനിയിപ്പോൾ ചെന്നിട്ട് വെച്ചുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. നേരത്തെ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങാം. നാളെ സൺഡേ അല്ലേ, ഇങ്ങോട്ട് വരണ്ടല്ലോ. അങ്ങനെ കാണുകയും വേണ്ട. മാനേജറുടെ കാര്യമാണ് അവൾ പറയുന്നത്. അയാളെ കാണുന്നത് തന്നെ അവൾക്ക് ദേഷ്യമാണ്. അതിനും കാരണമുണ്ട്. അയാൾക്ക് അവളെ കാണുമ്പോൾ തൊട്ട് തുടങ്ങും ഓരോന്ന് പറഞ്ഞു ചെല്ലാൻ. ലേറ്റായി ആരൊക്കെ വന്നാലും ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് അവളാണ്. അവൾക്ക് അതുകൊണ്ട് തന്നെ അയാളെ കാണുന്നത് ദേഷ്യമാണ്. ആൾ മലയാളിയല്ലെന്നറിയാം. കൂടുതലൊന്നും അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അപ്പോൾ പിന്നെ അതിനെയൊന്നും ആവശ്യമില്ലല്ലോ. അയാൾ ഏത് നാട്ടുകാരനായാലും എന്താ, മനുഷ്യപ്പറ്റ് എന്നൊരു സാധനമില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നും അയാളുടെ ഓഫീസൊന്നുമല്ലല്ലോ. അപ്പോൾ കൃത്യനിഷ്ഠ എന്നൊരു കാര്യം കൂടി ഇല്ലേ? അത് പാലിക്കാത്തവരോട് അയാൾ അല്പം ചൂടാകും. അതിന് അയാളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. മാർക്കറ്റിൽ ചെന്ന് കുറേ സാധനങ്ങളും വാങ്ങി, പച്ചക്കറിയും പലചരക്കും എല്ലാം വാങ്ങി, കഴിക്കാനും ഉള്ളത് കൂടി വാങ്ങിയിട്ടാണ് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയത്. ആദ്യം കരുതി കഴിച്ചിട്ട് സാധനവും വാങ്ങി പോകാമെന്ന്. പിന്നെ ഓർത്തപ്പോൾ ഇതെല്ലാം വാങ്ങി കഴിച്ചിട്ട് പോകുമ്പോഴേക്കും സമയം കുറേയാകും. നാളെ പോകണ്ടെങ്കിലും നേരത്തെ ചെന്നിട്ട് എവിടെയെങ്കിലും കിടക്കാമല്ലോ. ഓട്ടോ ഇറങ്ങി ഫ്ലാറ്റിലേക്ക് കയറിയപ്പോഴേ കണ്ടു സിജു ചേട്ടൻ നിൽക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരാണ് ചേട്ടൻ. രാവിലെ വേണുചേട്ടനും വൈകിട്ട് ഇദ്ദേഹവുമാണ് നിൽക്കുന്നത്. വേണുചേട്ടനാണെന്ന പോലെ മിണ്ടാറൊന്നുമില്ലെങ്കിലും കണ്ടാൽ എന്തേലും മിണ്ടും. ചോദിക്കുന്നതിന് മറുപടി കൊടുക്കും. ഇപ്പോഴാ ശ്വാസമൊന്ന് നേരെ വീണത് അല്ലേ? രാവിലെ തൊട്ട് അങ്ങയുടെ വായിലിരിക്കുന്ന മൊത്തം കേട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ പോയി. ഹിരണി ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു മാനേജർ ഓരോന്ന് പറഞ്ഞ് തൻ്റെ ദേഷ്യം തീർക്കാൻ. ഉച്ചയ്ക്ക് പറഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം അവൾ ഓരോന്ന് പറയുവാണ്. സാധാരണ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വൈകുന്നേരം വരുന്നത്. നമ്മൾ താമസിച്ച് ചെന്നതുകൊണ്ടല്ലേ അത്രയും പറഞ്ഞത്. ഓ പിന്നെ അങ്ങരത് മനഃപൂർവ്വം തന്നെയാണ്. അല്ലേ, നമ്മളെക്കാൾ താമസിച്ച് കയറുമെന്ന് എത്ര പേരുണ്ട്. അവരെയൊന്നും അയാൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, നമ്മളെ മാത്രം. ഹിരണി പെട്ടെന്ന് കെറുവോടെ പറഞ്ഞു. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പോട്ടേടി, സാരമില്ല. തിങ്കളാഴ്ച മുതൽ നമുക്ക് നേരത്തെ ഇറങ്ങാം. അതാകുമ്പോൾ ഇനി നമുക്ക് പുള്ളിയുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടല്ലോ. അത് പറഞ്ഞിട്ടും എന്തോ ആലോചിച്ച് നഖവും കഴിച്ചിട്ടിരിക്കുന്നവളുടെ അടുത്തേക്ക് ഞാൻ പതിയെ ചെന്നു. തൽക്കാലം എഴുന്നേറ്റ പെണ്ണെ, വാങ്ങിക്കൊണ്ട് വന്നത് ഇപ്പം തണുത്ത് കാണും. നമുക്ക് ചൂടാക്കി കഴിച്ചിട്ട് കിടക്കാം. നീ വിളമ്പുന്ന നേരം കൊണ്ട് കൊണ്ടുവന്നതൊക്കെ അടുക്കി വെക്കാം ഞാൻ. വാ. കഴിച്ച് കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ട് കിടന്നത് ഹിരണി ഉറങ്ങിപ്പോയിരുന്നു. അവൾ അങ്ങനെയാണ്, കിടന്നാലുടനെ ഉറങ്ങിപ്പോകും. ഫ്ലാറ്റിൽ 2 മുറികളുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന നാൾ മുതലേ കിടക്കുന്നത്. ഞാൻ പറയാതെ തന്നെ അവൾ എന്നെ കൂടെ കിടത്തിയെന്ന് പറയാം. ഒന്നും മറച്ചു വയ്ക്കാതെ അവളോടെല്ലാം പറഞ്ഞ് കൂടെ കൂടിയത് കൊണ്ടാകും അവൾക്കെപ്പോഴും ഒരു പേടിയുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുമോയെന്നാകും. അവളെന്നല്ല, ആരാണെങ്കിലും അങ്ങനെ ചിന്തിക്കും. അതിനു മാത്രമുണ്ടല്ലോ തനിക്ക് പറയാൻ, താൻ അനുഭവിച്ച കാര്യങ്ങൾ. അതൊക്കെ കേൾക്കുന്ന ആർക്കും തോന്നും ഇപ്പോഴും എങ്ങനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെന്ന്. താനൊരു അത്ഭുതം പോലെയാണ് അതൊക്കെ.
അതെ, താൻ ജീവിച്ചു, ഇപ്പോഴും ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ. എന്തിനെന്നറിയാതെ, ആർക്കു വേണ്ടെങ്കിലും സ്വയം ഈ ജീവിതം അവസാനിപ്പിക്കാതെ. ഇതുവരെയും ഇങ്ങനെ. എന്തൊക്കെയോ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നതും കണ്ണുകൾ ഇറുകയടിച്ച് തുറന്നു. തുടരും. അടുത്ത പാട്ട് നാളെ ഇടാം. വായിക്കുന്നവർ കമൻറ്റ് ചെയ്യണം.